ആ ഉമ്മയ്ക്ക് കൊളോണിക് ക്യാൻസർ, അതായത് വൻകുടലുണ്ടാകുന്ന അർബുദമായിരുന്നു. അത് കൊളോണിക് ക്യാൻസർ ഏത് ഭാഗത്ത് ഉണ്ട് എന്ന് തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ സർജറി. അപ്പോൾ ഉമ്മയ്ക്ക് ചെറുകുടലും വൻകുടലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിരുന്നു ആ ക്യാൻസർ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളെ റൈറ്റ് ഹെമികോളക്ടമി എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊണ്ടിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണയായി കീഹോൾ സർജറി വഴിയാണ് ചെയ്യുന്നത്. റൈറ്റ് ഹെമികോളക്ടമി എന്നാൽ വൻകുടലിൻ്റെ ഏകദേശം പകുതിയോളം ഈ അർബുദം ഇരിക്കുന്ന ഭാഗവും അതിന് അപ്പുറം ഇപ്പുറം ഉള്ള കുടലും അത് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളും ആ രക്തക്കുഴലുകളോട് ചേർന്നിരിക്കുന്ന കഴലകളും നമ്മളതിനോടൊപ്പം എടുത്തു. എന്നാലേ ആ സർജറി പൂർണ്ണമാവുകയുള്ളൂ. പൂർണ്ണമായാൽ മാത്രമേ നമ്മൾ ആ ഓങ്കോളജിക്കൽ ക്ലിയറൻസ്, അതായത് ക്യാൻസർ പൂർണ്ണമായിട്ടും ആ അമ്മയുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഇനി അത് നമ്മൾ ബയോപ്സിക്ക് വിട്ട് അത് ഏത് സ്റ്റേജാണെന്ന് കണ്ടുപിടിക്കും. ഈ വൻകുടലിൻ്റെ ഭിത്തിയിലെ ഉള്ളിലേക്കുള്ള വ്യാപനം എത്രയാണെന്ന്, ഈ കടലകൾ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഉമ്മയ്ക്കിനി കീമോതെറാപ്പി വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സാധാരണ കൊളോണിക് ക്യാൻസറിന് നമ്മൾ റേഡിയേഷൻ കൊടുക്കാറില്ല, കീമോതെറാപ്പിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു മെഗാസ്റ്റാറിന് ഈ ഒരു ക്യാൻസർ ആണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു തരത്തിലുള്ള ക്യാൻസറാണ്. ഈ ക്യാൻസറിന് തന്നെ, കൊളോറക്ടൽ ക്യാൻസർ തന്നെ കീഹോൾ സർജറി നമ്മൾ ഏകദേശം 3000-ലധികം പേഷ്യൻസിൽ ഇപ്പോൾ തന്നെ ചെയ്തു കഴിഞ്ഞു.